അമൃതേടത്തി, ദേ, ഞാൻ വലിയ സത്യവതിയൊന്നുമല്ല. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ എന്റെ ഭാഗത്തുമുണ്ട്. പക്ഷേ എന്തൊക്കെ ദോഷമുണ്ടെങ്കിലും ഞാൻ അമ്മയെ ഒരിക്കലും ധിക്കരിച്ചിട്ടില്ല. അമ്മ ഒറ്റ ഒരാളാ ഈ വീടിനെ ഒറ്റക്കെട്ടായിട്ട് കൊണ്ടുപോകുന്നത്. അതെനിക്കറിയാം. അമൃതേടത്തിക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്. പക്ഷെ അതൊന്നും അമ്മയോട് കാണിക്കരുത്. അമ്മയോട് ആരെങ്കിലും ദേഷ്യം കാണിച്ചാ ഞാൻ ഇടപെടും. അമൃതേടത്തി അമ്മയോട് സോറി പറഞ്ഞോളൂ. അമ്മയോട് സോറി പറയാനേ ആരും എന്നെ പഠിപ്പിക്കണ്ട. ഓരോരുത്തരുടെ മനസ്സിൽ എന്തൊക്കെയാണെന്ന് എനിക്കറിയാം. അമ്മേ, എന്നോട് ക്ഷമിക്കമ്മേ. എനിക്കെന്തോ ആഹാരം വേണ്ടാത്തതുപോലെ തോന്നി. അല്ലാതെ അമ്മയെ ധിക്കരിക്കുന്നതൊന്നുമല്ല. ഞാനങ്ങനെ ചെയ്യില്ല, ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ദേ, അവരുടെ മനസ്സലിയുന്നു. അമ്മേ, ഇങ്ങനെ ക്ഷമ ചോദിച്ചും അമ്മ ദേഷ്യം കാണിച്ച് നിൽക്കാതെ പോട്ടെ. ഇവിടേക്ക് ആദ്യം വന്നു കയറിയ ആളല്ലേ, ക്ഷമിക്കണം. ഐശ്വര്യ, ഇത് ഞാനും അമ്മയും തമ്മിലുള്ള കാര്യം. അമ്മയ്ക്ക് ക്ഷമിക്കാൻ അറിയാം. അമ്മേ, സോറി അമ്മേ. ഞാൻ പിന്നെ വന്ന് കഴിച്ചോളാം. ഇപ്പൊ ഒന്നും വേണ്ട. എന്നെ നിർബന്ധിക്കരുത്. അമ്മ, എന്നാലും അമൃതേടത്തി അമ്മയുടെ മുഖത്ത് നോക്കി എതിര് പറഞ്ഞല്ലോ. ഞാൻ തോന്നുമ്പോ ഭക്ഷണം കഴിച്ചോളാന്ന്. ഓ, ഞാൻ കിടുങ്ങിപ്പോയി. അമൃതയ്ക്ക് എന്തൊക്കെയോ വിഷമങ്ങളുണ്ട്, അതുകൊണ്ടാ. എന്താ മോളെ? പെട്ടെന്ന് ആഹാരം കഴിച്ച് അങ്ങോട്ട് ചെല്ലട്ടെ, അല്ലെങ്കിൽ രണ്ടും കൂടി അങ്ങ് ഐക്യമായി കളയും. മോളെ, ഞാൻ കുറച്ചു ദിവസമായി ശ്രദ്ധിക്കുന്നു. എന്തോ ഒരു വിഷമം മോക്കുണ്ടെന്ന് മനസ്സിലായി. ഇവിടെ അച്ഛനും അത് പറഞ്ഞു. അന്നത്തെ വഴക്കും പിന്നെ മത്സരത്തിലെ മോളുടെ താല്പര്യക്കുറവും ഒക്കെ ശ്രദ്ധിച്ചു. ആദ്യം മോളും തമ്മിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസമുണ്ടോ? ഒന്നുമില്ലമ്മേ, ഒന്നുമില്ല. ഒന്നുമില്ലാതെ മോൾ ഈ രീതിയിലൊന്നും പെരുമാറില്ല. അമ്മയോട് പറ. പറ മോളെ. ഞാനൊക്കെ പറയണോ? വേണ്ട, അമ്മയെ കൂടെ വിഷമിപ്പിക്കുന്ന എന്തിനാ? അതുമല്ല, അമ്മമാര് മക്കളെ ന്യായീകരിക്കുകയുള്ളൂ. തെളിവൊക്കെ കിട്ടിയിട്ട് മതി തുറന്നു പറയുന്നത്. പറ പറ മോളെ. ഒന്നുമില്ലമ്മേ. അമൃതേടത്തി, മനസ്സിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്നു പറ. ദേ, അമ്മ ഞാൻ മാത്രമേ ഉള്ളൂ. എടുത്തി പറ. ഒന്നുമില്ല. നമ്മളന്ന് ഓഫീസ് കാണാൻ ചെന്നപ്പോ ഏടത്തി ആരെയോ കണ്ട് പിറകെ ഓടിയില്ലേ? അതാരാ? മോളെ, എന്താന്ന് വെച്ചാ മോള് തുറന്നു പറ. അതമ്മേ, ഞാനും ആദ്യേട്ടനും തമ്മിലുള്ള ചെറിയ ചെറിയ തർക്കങ്ങളാ. ആദിക്ക് ചില കാര്യങ്ങളിൽ ചില പിടിവാശിയൊക്കെ ഉണ്ട്. പക്ഷെ മോളെ, അവൻ പാവോ. എന്താ മോളെ? ഞാനും ശ്രദ്ധിച്ചു. എന്തോ ഒരു പുച്ഛം പോലെ. എന്താ എടുത്തി? മോളെ, കുടുംബകാര്യങ്ങളില് നമ്മൾ സ്ത്രീകൾ കുറച്ച് ബോൾഡ് ആവണം. എന്നുവെച്ച് ഭർത്താവിനെ ഭരിക്കണമെന്നൊന്നുമല്ല കേട്ടോ. നമ്മൾ സ്ട്രോങ് ആയിരിക്കണം. മോൾ അമ്മയെ കണ്ടില്ലേ?
ഐശ്വര്യയെ കണ്ടില്ലേ? ആ, അന്ന് ആശുപത്രിയില് ഞാൻ അഡ്മിറ്റ് ആയപ്പോ അവിടെ ഒരു പെൺകുട്ടിയെ കണ്ടില്ലേ? അശ്വതി. ആ അശ്വതിയെ എനിക്ക് ബ്ലഡ് തന്നത്. എനിക്കും അവൾക്കും ഒരേ ബ്ലഡ് ഗ്രൂപ്പാ, O നെഗറ്റീവ്. അവക്കൊരു മോളുണ്ട്, നമ്മുടെ അനുക്കുട്ടിയെ പോലൊരു മോള്, ശ്രീകുട്ടി. ഞാൻ അശ്വതിയോട് സംസാരിച്ചു മോളെ. ആ കുട്ടിക്ക് ഭർത്താവില്ല, എന്നുവെച്ചാ മരിച്ചുപോയിട്ടൊന്നുമില്ല. ഭർത്താവ് ജീവിച്ചിരിപ്പുണ്ട്, പക്ഷേ അവര് തമ്മിൽ അകന്നാ താമസിക്കുന്നേ. എവിടെയോ എന്തൊക്കെയോ ചില സൂചനകൾ. ആ മോളോട് അശ്വതിയേക്കാൾ എന്തോ വലിയൊരു അടുപ്പം തോന്നി. ഞാനത് അശ്വതിയോട് പറയുകയും ചെയ്തു. എനിക്ക് വല്ലാത്ത വാത്സല്യം തോന്നി ആ മോളോട്. ആ, എനിക്ക് രക്തം തന്നോണ്ടല്ലോ കേട്ടോ, എന്തോ ഒരിഷ്ടം. അശ്വതി പക്ഷെ എന്തോ എന്നോടത്ര അടുത്തില്ല, തുറന്നൊന്നും സംസാരിച്ചുമില്ല, ചോദിക്കുന്നതിന് വ്യക്തമായിട്ടൊരു ഉത്തരവും തന്നില്ല. പക്ഷേ എനിക്ക് വലിയ സ്നേഹം തോന്നി. ആ, എന്റെ കയ്യിലുണ്ടായിരുന്ന ചെറിയ മോതിരയില്ലേ, അത് ഞാൻ ആ മോക്ക് കൊടുക്കുകയും ചെയ്തു. എന്നാ പിന്നെ അമ്മയ്ക്ക് വിളക്കൊഴിഞ്ഞ് വീട്ടിലേക്ക് കയറ്റാമായിരുന്നില്ലേ? മോളെ, രക്തം തന്നു വെച്ചിട്ട് കാണുന്നവർക്ക് ആ മോതിരം അങ്ങ് ദാനം ചെയ്യോ? എന്നാ പിന്നെ വീടും കമ്പനിയും കൂടെ അങ്ങ് എഴുതി കൊടുത്തൂടെ? എന്താ അമൃത ഇത്? അല്ല അമ്മ, ഞാൻ എന്തൊക്കെയോ ആലോചിച്ചിട്ട്. അതെ, സോറി അമ്മേ, സോറി. ഞാനങ്ങ് പേടിച്ചുപോയി. എന്താ മോള് ഈ വിധത്തിൽ പെട്ടെന്ന് സംസാരിക്കുന്നെന്ന് കരുതി. ഇവരുടെ കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കും. അമൃതയടുത്തേക്ക് അമ്മയോട് അത്രയ്ക്ക് ഇഷ്ടമുള്ളതുകൊണ്ടാ മറ്റൊരു പെണ്ണിന് മോതിരം കൊടുത്തെന്ന് പറഞ്ഞപ്പോ പ്രയാസമായത്. ആണോ മോളെ? ആമേ. മോള് കൊച്ചുങ്ങളെ പോലെയാണല്ലോ. മോള് വിഷമിക്കണ്ട, ഞാൻ അങ്ങനെ ഇനി ആർക്കും കൊടുക്കില്ല. എന്തായാലും ആദ്യമായിട്ടുള്ള വിഷമങ്ങളൊക്കെ നിങ്ങൾ സംസാരിച്ച് തീർക്കണം. മോക്ക് വിശക്കുമ്പോ എടുത്ത് കഴിച്ചോണം. ശരി അമ്മേ. ഇവളിൽ എന്ത് രഹസ്യങ്ങളുണ്ടെങ്കിലും അതൊക്കെ എടുത്തിട്ട് ജഗനെ അറിയിക്കണം. എടുത്തി കൈയെടുക്കണം. എടുത്തി പുറത്തു പോവാൻ. എടുത്തി ഞാൻ ഐശ്വര്യോട് പോവാനാ പറഞ്ഞേ. ഇതെന്താ ഒരു ആജ്ഞ പോലെ? ഞാനൊന്ന് സ്നേഹം കാണിച്ചപ്പോ എന്നെങ്ങ് ഭരിക്കാൻ വരികയാണോ? ഐശ്വര്യോട് പുറത്തു പോവാനാ പറഞ്ഞേ. വൈസ് ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള നിർണായകമായ 2 റൗണ്ട് മത്സരങ്ങൾ ഒരാഴ്ചക്കുള്ളിൽ നടക്കുമെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാമല്ലോ. അച്ഛാ, വെള്ളം. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താണ്? പാചക മത്സരം വീണ്ടും നടത്തണം.
അന്ന് ശരിയായ രീതിയിലല്ല മത്സരം നടന്നത്. ശ്യാമ ഉണ്ടാക്കിയ വിഭവം അഖി നേരത്തെ തന്നെ രുചിച്ചിരുന്നു. അയ്യോ, എല്ലാരും കൂടി ഒത്തുകളിച്ച് എന്നെ തോൽപ്പിച്ചതാ. ഐശ്വര്യ, അരുൺ ഒന്നും പറയണ്ട. എന്നെ സപ്പോർട്ട് ചെയ്യാത്ത ആരും ന്യായവും പറയണ്ട. അച്ഛനോട് എനിക്ക് ബഹുമാനം തന്നെയാ. അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അംഗീകരിക്കുകയും ചെയ്യും. പക്ഷേ അച്ഛാ, പാചക മത്സരത്തില് എന്നെ ഒറ്റപ്പെടുത്താനും തെറ്റുകാരിയാക്കാനും നീക്കം നടന്നു. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് ഇത് പറയണമെന്നുണ്ടായിരുന്നു. അത് പറഞ്ഞു. ഇനിയെല്ലാം അച്ഛന്റെ ഇഷ്ടം. ആ, അതെ, ഞാനൊരു കാര്യം പറയട്ടെ. ഐശ്വര്യയുടെ ആവശ്യം ന്യായമാണെന്നാ തോന്നുന്നേ. വേണമെങ്കിൽ വീണ്ടും ഒരു മത്സരം നടത്താവുന്നതാ. അമൃതയ്ക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഒന്നുമില്ല അച്ഛാ. ശ്യാമയ്ക്കോ? എന്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ വീണ്ടും മത്സരം നടത്താച്ചാ. അത് നീയായിട്ട് പറയണ്ട. അച്ഛനറിയാം. അച്ഛൻ നടത്തിക്കോളും. ശരി, ഇനി ഞാൻ എൻ്റെ അഭിപ്രായം പറയാം. ഐശ്വര്യയും വസുവും ഇപ്പൊ സംസാരിച്ചത് സന്ദർഭത്തിന് യോജിച്ച രീതിയിലല്ല. അല്ല ആനന്ദേട്ടാ, ഞാൻ പറയാം. തോൽവി അന്തസ്സോട് അംഗീകരിക്കുന്നതും ഒരു ജയമാണ്. ഐശ്വര്യമോൾക്ക് അത് മനസ്സിലായിട്ടില്ല. മറ്റുള്ളവർക്ക് ദഹിക്കാത്ത ന്യായീകരണങ്ങൾ കൊണ്ടുവന്നാൽ ആൾക്കാർ ചിരിക്കുകയുള്ളൂ. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് തോന്നുന്നവർക്ക് കൈപൊക്കാം. ഇയാളാരാ? ഹെഡ് മാസ്റ്ററോ? എന്തായാലും കൈ പൊക്കാം, അല്ലെങ്കിൽ ഒറ്റപ്പെടും. മതി, ഞാൻ ഹാപ്പിയായി. മോളെ ഐശ്വര്യ, നിങ്ങൾ 3 പേരും ഈ കുടുംബത്തിലെ അടുത്തൂണുകളാണ്. ഞങ്ങളുടെ കാലം കഴിഞ്ഞാൽ ഈ കുടുംബത്തിനെ ഒറ്റ മനസ്സോടെ കൊണ്ടുപോകേണ്ടത് നിങ്ങളാണ്. എനിക്കാരോടും പക്ഷപാതമൊന്നുമില്ല. കേട്ടല്ലോ? അയാളുടെ ഒരു ഉപദേശം. അറിയാച്ചാ. അടുത്ത ഘട്ടത്തിലാണ് കൂടുതൽ പോയിന്റ്സ് വരുന്നത്. ജനറൽ നോളജ്, ഇംഗ്ലീഷ് തുടങ്ങി വ്യക്തിത്വവും ബുദ്ധിയും അളക്കുന്ന റൗണ്ട്. ഈ വരുന്ന 15-ാം തീയതി രാവിലെ 10 മണിക്കാണ് ആ മത്സരം നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി തയ്യാറാകുക, നന്നായി പഠിക്കുക. കമ്പനി വൈസ് ചെയർപേഴ്സന്റെ അറിവുകൾ അപാരമായിരിക്കണം. അത് മനസ്സിൽ വയ്ക്കുക. അവളെ കൂടെ വാ. നിക്കടി അവിടെ. എടി നിക്കാൻ. എന്താ എടുത്തി? നിനക്ക് ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എടുത്തി പറഞ്ഞതാ. ലോകവിവരം, ലോകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ബോധം. അതിന്റെ മേല അടുത്ത പരീക്ഷ.
ഉള്ളിയും മുളകൊക്കെ അരച്ചു കൂട്ടി നീ എന്തോ കറിക്കൂട്ടുണ്ടാക്കിയല്ലോ ഇവിടെ ഇപ്പോ. കൊള്ളാം. നീ ഈ മത്സരത്തിൽ ജയിക്കൂ എന്ന്. നീ വേറെ മണ്ടത്തരം പറഞ്ഞു, ഞാൻ ചിരിക്കാം. പക്ഷേ ഇതുപോലുള്ള ഭ്രാന്ത് പറയല്ലേ. ആരെങ്കിലും കേട്ടാലേ പിടിച്ച് ചങ്ങലക്കിടും. വൈസ് ചെയർപേഴ്സൺ ആവാൻ പോകുന്ന ഒരാളെ നിന്റെ കൃഷ്ണൻ വന്ന് നിനക്ക് വേണ്ടി പരീക്ഷ എഴുതൂ. അല്ല എടുത്തി, കൃഷ്ണന് വേണ്ടി ഞാൻ പരീക്ഷ എഴുതും. എന്റെ ജയം ഇപ്പോ എന്റെ കൃഷ്ണൻ ആഗ്രഹിക്കുക. കൃഷ്ണൻ ഇവളെ സഹായിക്കൂ. നിക്കടി. വൈസ് ചെയർപേഴ്സൺ ഞാൻ തന്നെയാ. നീ ഒന്നും കൂട്ടിയാ കൂടില്ല, അതങ്ങ് വിട്ടേക്ക്. തോറ്റ് തൊപ്പിയിടുന്നതിലും നല്ലതാ അന്തസ്സോടെ പിന്മാറുന്നത്. ഐശ്വര്യടുത്തി, ഈ മത്സരത്തിന്റെ തുടക്കത്തിൽ ഞാൻ പിന്മാറാൻ തന്നെ നിന്നതാ. പക്ഷേ എന്റെ ഏട്ടനെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അപമാനിച്ചു. അന്ന് ഞാൻ തീരുമാനിച്ചു, ഞാനിതിൽ മത്സരിക്കുന്നു. മത്സരിക്കുമെന്ന് മാത്രമല്ല, ഞാൻ ജയിക്കും. ഐശ്വര്യടുത്തി, നമ്മുടെ കമ്പനിയുടെ അടുത്ത ചെയർപേഴ്സൺ അത് ഞാൻ തന്നെയായിരിക്കും. ഈ മരമണ്ടി എന്തെഴുതാനാ? നമ്മുടെ കമ്പനിയുടെ അടുത്ത ചെയർപേഴ്സൺ ഈ ഞാൻ തന്നെയായിരിക്കും. സാറോ, ഞാൻ പഠിക്കുകയായിരുന്നു. അതിനിടയിൽ കയ്യിൽ നിന്ന് പുസ്തകം താഴെ പോയതാ. ഏതുവരെ പഠിച്ചു? ഞാനൊരു സത്യം പറയട്ടെ? എന്താ? സാർ ഞെട്ടരുത്. ഞാൻ ഞെട്ടില്ല, താൻ കാര്യം പറ. ഞാൻ ഈ പരീക്ഷയിൽ തോക്കും. എങ്ങനെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഒന്നും എന്റെ തലയിലേക്ക് കയറുന്നില്ല. സാധാരണ കളിമണ്ണാണെന്നൊക്കെ എല്ലാരും പറയുന്ന കേൾക്കാം. എന്റെ തലയിൽ കളിമണ്ണൊന്നുമല്ല, ചെളിമണ്ണാണെന്നാ തോന്നുന്നു. പുസ്തകം എടുത്താലേ അപ്പൊ എനിക്കിങ്ങനെ ഉറക്കം വരുക. എന്താടോ? അയ്യോ അയ്യോ സാറേ, ക്ഷമിക്കണം. ഉറക്കത്തിൽ ഞാൻ അറിയാതെ പറഞ്ഞതാ. ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്താ സാറേ? തന്നെ പഠിപ്പിക്കാനായിട്ടേ ഒരു ട്രെയിനറെ വെക്കാൻ പോവാ. എന്താ സാറേ, മനസ്സിലായില്ല. ഇടോ, താനിങ്ങനെ ഒറ്റയ്ക്ക് പഠിച്ചാൽ പറ്റില്ല. ഒരു നല്ല ടീച്ചറുടെ കീഴിൽ പഠിക്കണം. അതെനിക്ക് വിട്ടേക്ക്. ഞാൻ ഇവിടെ ഏതെങ്കിലും അക്കാഡമിന്ന് ഒരാളെ ഏർപ്പാടാക്കാം. വീട്ടിൽ താമസിച്ച് പഠിപ്പിക്കുന്ന ഒരു ട്രെയിനറിനെ. അതല്ല, അതൊക്കെ മോശല്ലേ? ട്യൂഷൻ വെച്ച് ജനറൽ നോളജ് ഒക്കെ പഠിക്കാന്ന് വെച്ചാ. പഠിക്കാനല്ലേ ട്യൂഷൻ? പഠിപ്പിക്കുന്നതും പഠിക്കുന്നതും മോശമുള്ള കാര്യമല്ല. ആ, ദേ വിവേക വിളിക്കുന്ന. ദൈവമേ,